ഈ ഈ മരിച്ച യുവാവ് അത് ബംഗളൂരുവിൽ നിന്ന് വന്നതാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു യാത്ര ചെയ്ത വഴി ഉൾപ്പെടെ തൊട്ട് നമുക്ക് ട്രേസ് ചെയ്യേണ്ടി വരും. അത് ഒരു വിപുലമായിട്ടുള്ളൊരു പട്ടികയിലേക്ക് പോകാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഈ യുവാവ് ബാംഗ്ലൂരിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ ഈ യുവാവിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ, പഠിച്ചിരുന്നവരെ, ഒപ്പം താമസിച്ചിരുന്നവരെ, ഒപ്പം യാത്ര ചെയ്തിരുന്നവരെ, ഇവരെല്ലാം തന്നെ ട്രേസ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഇയാൾ ഇവിടെ എത്തിയ സാഹചര്യം, അപ്പോൾ അതിന്റെ യാത്രയുടെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതിലൊരു പ്രതിസന്ധി ഉള്ളത് ഇത് തന്നെയാണ്. കാരണം യുവാവ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മരിച്ച ഒരു സാഹചര്യമാണ്. അപ്പോൾ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ച് ഒപ്പമുണ്ടായിരുന്നവരെ എല്ലാം അന്വേഷിച്ച് അത്തരത്തിലാണ് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത്. മുൻപ് പാണ്ടിക്കാട് നടന്ന സംഭവത്തിൽ ഒരു കുട്ടിയായിരുന്നു നിപ്പ ബാധിച്ച് മരിച്ചത്. ആ കുട്ടിയായതുകൊണ്ട് ആ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടും മറ്റും കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ശേഖരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇയാൾ ഈ നാട്ടിലായിരുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാകുന്നത്. ഇനിയിപ്പോൾ ഈ നാട്ടിലെത്തിയതിന് ശേഷം ഉണ്ടായിരുന്ന സമ്പർക്കം, അല്ലെങ്കിൽ പോയ സ്ഥലങ്ങൾ, പോയ ഇടങ്ങൾ, അതിന്റെ സമയം, ഇവ ശേഖരിച്ച് ഇത് നടത്താനുള്ള, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പുരോഗമിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് നടപ്പാക്കിയിരുന്നത് പോലെ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച്, അതായത് ഈ രോഗിയുടെ വീട് ഉൾപ്പെടുന്ന വാർഡ് കേന്ദ്രീകരിച്ച് ഓരോ വീടുകളിലും കയറിയിറങ്ങി പനിയോ മറ്റ് ലക്ഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരോഗ്യ പ്രവർത്തകർ നേരിട്ട് സർവേ നടത്തുക. അതാണ് ഇനി നാളെ മുതൽ ഈ ഒരു മേഖലയിൽ ചെയ്യാൻ പോകുന്ന കാര്യം. അങ്ങനെ കൃത്യമായ ഓരോ വീട്ടിലെയും സാഹചര്യം മനസ്സിലാക്കി, ഓരോ ഇടത്തെയും സാഹചര്യം മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ആരോഗ്യവകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നടപടി. എന്താണെങ്കിൽ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു. ഇപ്പോൾ DMO അടക്കമുള്ളവർ ഇതിന്റെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് 16ഓളം കമ്മിറ്റി രൂപീകരിച്ച് ഓരോ മേഖലയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നിപയെ അതിജീവിച്ച ചരിത്രമുണ്ട്, അതിന്റെ അനുഭവമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിപയെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ നേരിട്ടാണ് അതിജീവിച്ചതാണ്. ഇതിനുള്ള മുൻകരുതലുകൾ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ ഉൾക്കൊണ്ട് കരുത്തോട് നീങ്ങുക എന്നുള്ളതാണ്. അനുഭവത്തോടെ ഒരു നിമിഷം, ഈ നിപ സ്ഥിരീകരിച്ചതോടെ തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അവിടെ സമ്പർക്ക പട്ടികയിലുള്ള 151 പേരിൽ രോഗലക്ഷണങ്ങളുള്ള 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പനി ബാധിച്ചവരെ കണ്ടെത്താനായി പഞ്ചായത്തിൽ നാളെ സർവേക്ക് തുടക്കമാകുമെന്നും അധികൃതർ അറിയിച്ചു.